പരാമർശിക്കപ്പെട്ട വിഷയം അൻആം സൂറയിലെ ആയത്ത് ഇസ്തിആനത്തുൻ ബിൽ ജിന്നിൽ 2 തരമുണ്ട് എന്നതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് ദുർവ്യാഖ്യാനമാണ് എന്നാണല്ലോ. എങ്കിൽ അതിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് ഇസ്തിആനത്തുൻ ബിൽ ജിന്നിലെ ശിർക്കായതിനെയും വസീലയായതിനെയും ഒക്കെ വേർതിരിച്ചുകൊണ്ട് 2 തരം ഇസ്തിആനത്തുണ്ട് എന്ന് ലോകത്ത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. സൗദി അറേബ്യയിലെ ഔഖാഫിന്റെ മന്ത്രിയായ സ്വാലിഹ് ആലു ശൈഖ് അദ്ദേഹം ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ജിന്നിനുള്ള ഇസ്തിആനത്ത് ശിർക്കിലേക്കുള്ള വസീലയാണ്, വസിയത്തിലെ ശിർക്കാണ്. തെളിവെന്താ? കമാ ഖാല തആല വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന അൻആമിലെ ആയത്ത് വെച്ചിട്ട് ആലു ശൈഖ് ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ജിന്നിനുള്ള സഹായത്തേട്ടത്തിന് വസിയത്തു ശിർക്കായ വകുപ്പുണ്ട്, ശിർക്കായതുമുണ്ട് വസീലയായതുമുണ്ട്. ഞാൻ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ, ഞാൻ ജൂനിയർ കാന്തപുരമാണെങ്കിൽ, ഞാൻ ശിർക്കിന്റെ ആളാണെങ്കിൽ ഈ ആലു ശൈഖിനെ കുറിച്ചും നിങ്ങളത് പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹം മുസ്ലിക്കാണോ? അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചോ? അദ്ദേഹം കാന്തപുരത്തിന്റെ ജൂനിയറാണോ? അദ്ദേഹത്തെ ലുത്ഫയിലും സംശയമുണ്ടെന്ന് പറയുമോ? നിങ്ങൾ പറയേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ആലു ശൈഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാന ഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. സലഫി ആലു ശൈഖ് പറഞ്ഞ അംഗീകരിക്കോ എന്നല്ല ഞാൻ ചോദിച്ചത്. ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ? ആലു ശൈഖ് ജൂനിയർ കാന്തപുരമാണെന്ന് പറയുമോ? ആലു ശൈഖ് ശിർക്കിലാണെന്ന് പറയുമോ? ആലു ശൈഖ് മുസ്ലിക്കാണെന്ന് പറയുമോ? ആലു ശൈഖ് സമ്മേളനത്തിൽ വിളിക്കാൻ പറഞ്ഞെന്ന് പറയുമോ? ആലു ശൈഖ് ജിന്നൂരിയാണെന്ന് പറയുമോ? അതാ പറയേണ്ടത്, അതാ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ മനസ്സിലായി? ആലു ശൈഖ് എന്താ ഇതിലുണ്ട്? മിൻഹാ മാ ഹുവ ശിർക്കുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർക്കി, വസിയത്തു ശിർക്കായതുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? സക്കറിയ സലാഹി കണ്ടുപിടിച്ചതല്ല, ജബ്ബാർ മോദി കണ്ടുപിടിച്ചതല്ല, അവിടെയല്ല പ്രശ്നം എന്ന് പറ്റില്ലേ? അതുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ ആലു ശൈഖ്, അത് നിങ്ങൾ പറയണം. ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. നിങ്ങൾ അംഗീകരിച്ചാലും ശരി ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ ആലു ശൈഖ്, അത് നിങ്ങൾ പറയണം. ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ശൈഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കാണ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒരു വായിച്ച എന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്? ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇവിടെ ആലു ശൈഖ് പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തെ തന്നെ എന്താകൂ വസീലത്ത് ശിർക്കാവുകയുള്ളൂ. ഇവിടെ ആലു ശൈഖ് പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തെ തന്നെ എന്താകൂ വസീലത്ത് ശിർക്കാവുകയുള്ളൂ. ഇപ്പൊ ഒരു വായിച്ച എന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്? ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇത് ആവശ്യം അൽഹംദുലില്ലാ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്? അതാണ് ആലു ശൈഖ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഇല്ലേ? കാരണം ഇസ്തിംതാഇ ശിർക്കായതും വസീലയായതും ഉണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു. എങ്കിൽ ആ പറഞ്ഞ ഇസ്തിംതാഇൽ, ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഉൾപ്പെടില്ലേ? നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ ചോദ്യം. കേട്ടില്ല എന്ന് പറയണ്ട. ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടുമോ? ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ്, തർക്കമില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും, ഇസ്തിആനത്തല്ലാത്തതും പെടും. ആ വിഷയത്തിൽ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും, ഇസ്തിആനത്തല്ലാത്തതും പെടും. ഇനി മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്? ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും, ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും. ആ ഇസ്തിംതാവത്തെ ശിർക്കായതുണ്ട് വസീലയായതുണ്ട്, തർക്കമില്ല. അതിൽ ഇസ്തിആനത്ത് പെടും, അതിനും തർക്കമില്ല. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ നാടിനീടെ പറയുന്നു ജിന്ന് അഭൗതികാണ്, കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ജിന്ന് എന്ത് ചെയ്താലും അഭൗതികാണ്, അതുകൊണ്ട് ജിന്നുമായുള്ള ഏതിടപാടും പറ്റൂല എന്നാണ് നാസസലിമൊക്കെ പ്രസംഗിച്ചത്. എങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാ ഉണ്ടായത്? എന്റെ മൂന്നാമത്തെ ചോദ്യം. അഭൗതികമായ ജിന്ന്, കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ജിന്ന്, അതിനോട് എങ്ങനെയാ ഒരു അഭൗതികമല്ല
ശിർക്കല്ലാത്ത ഒരു ഭൗതികമായ ശിർക്ക് ഇസ്തിൻതായി അതെങ്ങനെ ഉണ്ടാകാം? സലഫി പോലും വിചാരിച്ചിട്ടില്ല അത് ഇങ്ങനെയൊക്കെ ആവുന്നത്. കുട്ടികളെ ഇടങ്ങാനാക്കി നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊടുന്നപ്പോ ആടിനെ കുളിപ്പിക്കാൻ ഇറക്കുന്ന പോലെ കൊണ്ടുവന്നതാ പിടിച്ചു വലിച്ചിട്ട് ഇത്ര വലിയ കുടുക്കാവുന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഇസ്തിൻതായിൽ പലവിധമുണ്ട് നിങ്ങൾ പറഞ്ഞു. ഇസ്തിൻതായിൽ ഇസ്തിആനത്ത് പെടുമെന്നും പറഞ്ഞു. ഇസ്തിൻതാ ശിർക്കായതും വസീലയായതും ഹറാമായതുണ്ടെന്നും പറഞ്ഞു. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെയാണ് ശിർക്കല്ലാത്ത ഇസ്തിൻതാ ഉണ്ടാകുക? അതാണ് ഞാൻ കിട്ടേണ്ടത്, അതാണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് മൂന്നാമത്തെ ചോദ്യം. ഇവിടെ ഈ പ്രധാനപ്പെട്ട തെളിവിൽ നിന്ന് തെന്നിമാറി, വിഷയത്തിൽ നിന്ന് തെന്നിമാറി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് സമയവും അവസരവും നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശരിയായ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. അതാണ് ഈ അവസരത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം ഉന്നയിച്ചാൽ അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറയും. എന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി എവിടെ സലഫി? മൂന്നാമത്തെ ചോദ്യം മറുപടി എവിടെ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്ത ഇസ്തിൻതാ ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്തൊരു ഇസ്തിൻതാ ഉണ്ടായി? അതാണ് പറയേണ്ടത്. എന്തേ പറയാത്തത്? ആലോചികൾ മുപ്പക്ക് ഇപ്പോഴും തള്ളാനും പറ്റ കൊള്ളാനും പറ്റ ഇങ്ങനെ ഹരത്തിന് പിടിക്കല്.